RJD LDF വിടുമെന്ന പ്രചാരണം തള്ളി സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. നടക്കുന്നത് കള്ളപ്രചാരണമാണെന്നും പിന്നിൽ അജണ്ടയെന്നും MV ശ്രേയാംസ് കുമാർ 24-നോട് പറഞ്ഞു. ഇതാരാണ് ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഒരു കഴിഞ്ഞ 14-ാം തീയതി ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി അതിൽ അസന്നിഗ്ധമായി ഞങ്ങൾ പ്രഖ്യാപിച്ച കാര്യമാണ് LDFിൻ്റെ കൂടെ രാഷ്ട്രീയമായും അല്ലെങ്കിൽ LDFിൻ്റെ ഒപ്പാകുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. പിന്നെ എന്തിനാ സ്പെക്കുലേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അത് ആദ്യമായിട്ടല്ല, അച്ഛനുള്ള കാലം മുതലേ അദ്ദേഹം കോഴിക്കോട് വരുമ്പോൾ ഇവിടെ വരാറുണ്ട്. രഹസ്യ ചർച്ച നടത്തേണ്ട ഒരു വീടല്ല അത്, കാരണം ഇതൊരു പബ്ലിക് ഹൗസാണ്. രാവിലെ മുതൽ ആൾക്കാർ വരുന്ന സ്ഥലമാണിത്. അത് അദ്ദേഹത്തിന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ പിരിഞ്ഞു. ഈ വ്യക്തി സൗഹൃദവും രാഷ്ട്രീയം തമ്മിൽ രണ്ട് കാര്യങ്ങളാണ്. അതിനെ കൂട്ടിക്കുഴയ്ക്കുന്നത് വാസ്തവം പറഞ്ഞാൽ അധാർമികമാണ്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ദീപക്, മുന്നണിയിൽ RJD അതൃപ്തരാണ് എന്നും മുന്നണി വിടാൻ ആലോചിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ, അഭ്യൂഹങ്ങൾ അതൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തള്ളുകയാണ്. അത് വ്യാജപ്രചാരണമാണ്, ചിലർ ഗൂഢലക്ഷ്യത്തോടു കൂടി നടത്തുന്ന പ്രചാരണമാണ് എന്ന് പറയുന്നു ശ്രേയാംസ് കുമാർ. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? രമേശ് ചെന്നിത്തലയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണം കൂടി ദീപക് ധർമ്മടം. റീജിത്ത്, ആ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം MV ശ്രേയാംസ് കുമാർ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇത് മാത്രവുമല്ല, നമുക്കറിയാവുന്നതാണ്, രമേശ് ചെന്നിത്തല പലകുറി വീരേന്ദ്രകുമാർ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ വീട്ടിൽ വരാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അങ്ങനെ ഒരു വരവിൻ്റെ പേരിൽ ഒരു വാർത്ത ഉണ്ടാക്കുന്നു. ആ വാർത്തയിൽ LDF ഇടാൻ വേണ്ടിയുള്ള രഹസ്യ ചർച്ചയാണ് എന്ന് പറയുന്നു. അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല. അദ്ദേഹം വന്നു, ഏതാണ്ട് 6-7 കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പമാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്നു, സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷം ഭക്ഷണം കഴിച്ചു പോയി. ഇതിനെയാണ് LDF ഇടാൻ വേണ്ടിയുള്ള UDFിലേക്ക് ചേക്കാറാനുള്ള രഹസ്യ ചർച്ചയായി വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ എന്നാൽ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് MV ശ്രേയാംസ് കുമാർ കൃത്യമായി പറയുകയാണ്. മറ്റൊന്ന്, ഇതിൻ്റെ രാഷ്ട്രീയം. ഇക്കഴിഞ്ഞ 14-ാം തീയതി RJDയുടെ സംസ്ഥാന കമ്മിറ്റി യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അസന്നിഗ്ധമായി ഒറ്റക്കെട്ടായി തന്നെ LDFിൽ തുടരാനുള്ള തീരുമാനം, അതായത് നേരത്തെയുള്ള തീരുമാനമാണ്, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി നോക്കിയാൽ അത്തരമൊരു തീരുമാനം RJD എടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. RJD അങ്ങനെ പോകാൻ ആലോചിക്കുന്ന പോലുമില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ പറയുന്നു. മറ്റൊന്ന്, രമേശ് ചെന്നിത്തലയുമായുള്ള സൗഹൃദം. ആ സൗഹൃദം പഴയ ഡൽഹി സൗഹൃദമാണ്, അതങ്ങനെ തുടരുന്നതാണ്. രമേശ് ചെന്നിത്തല കോഴിക്കോട് വരുമ്പോൾ പലകുറി ഈ വീട്ടിലേക്ക് വരാറുണ്ട്. ആ വന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതുമാണ്. പക്ഷേ UDFിലേക്ക് ചേക്കാറാൻ വേണ്ടിയുള്ള ഒരു രഹസ്യ ചർച്ച നടന്നിട്ടില്ല എന്ന് കൃത്യമായി പറയുകയാണ് MV ശ്രേയാംസ് കുമാർ. മാത്രവുമല്ല, സാധ്യതയും സാഹചര്യവും നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. റിജിത്ത്, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. RJD LDF വിടുമെന്ന പ്രചാരണം തള്ളുകയാണ് സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. MV ശ്രേയാംസ് കുമാർ 24-നോട് സംസാരിക്കുകയായിരുന്നു, നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.